ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വകുപ്പില്ല എന്ന് പറയുന്ന ഒരു മുൻ മന്ത്രിയുടെ കാര്യം ഞാൻ കണ്ടു. ഞാൻ കൂടുതൽ പറയുന്നില്ല. അതായത് ഇന്റർനാഷണൽ തലത്തിൽ അന്തർദേശീയമായിട്ട് ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞാൽ ഇവിടെ ന്യായമായും കൂടുമല്ലോ എന്ന് പറയുന്ന രീതിയിലുള്ള വർത്തമാനം പറഞ്ഞ ആളിനെയാണ് എനിക്ക് അതിലൊന്നും പറയാനില്ല. ഇത് യു പി എ കാലത്ത് ഇതുപോലെ ദുരന്തം, യു പി എ കാലത്ത് ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടായോ? ഇല്ലല്ലോ. അപ്പോൾ ഉണ്ടായാലല്ല ഇത് ദേശീയ ദുരന്തമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കേണ്ടതായിട്ട് വരും. ഇത് യു പി എ ആണോ NDA ആണോ എന്നൊക്കെ എന്തിനാ ഇവരൊക്കെ നോക്കുന്നത്? ഇതാണോ ഇപ്പൊ നോക്കേണ്ടത്? ഇത് ദേശീയ ദുരന്തമായിട്ട് ഇതിനെ എന്തുകൊണ്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല? ഇത് നമ്മുടെ ദേശത്തിലുണ്ടായ ഏറ്റവും വലിയൊരു ദുരന്തങ്ങളിൽ ഒന്നല്ലേ? ഇന്ത്യ ദേശത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയല്ലേ ഇതും? അത് മറ്റിടത്തൊക്കെ ക്ഷേത്രത്തിൽ പോയി ആളുകൾ സ്വമേധയാ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പോയി, അല്ലെങ്കിൽ അവിടെ ഒരു സിദ്ധന്റെ, അതായത് ആൾ ദൈവം ഉണ്ടല്ലോ, ആൾ ദൈവത്തിന്റെ പുറകെ പോയി, അതൊക്കെ പോയെന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് പോകുന്നതാണ്. ചവിട്ട് കൊള്ളാൻ അവിടെ പോയി മരിച്ചോട്ടെ, കുഴപ്പമില്ല. ഇത് അറിഞ്ഞുകൊണ്ട് പോണ, ഇത് നിരപരാധികൾ കിടന്ന് ഉറങ്ങുന്ന ആളുകളാണ്, മനസ്സറിഞ്ഞതല്ല. ഇത് ദേശത്തിലെ ഒരു ദുരന്തമല്ലാതെ ഇതിന് ദേശീയ ദുരന്തം എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഇവർക്ക് എന്താ ഇതിന് ഇത്രയും മനപ്രയാസം ഉണ്ടാകുന്നത്? അത് കേരളത്തിലായി പോയത് കൊണ്ടാണോ ഈ കുഴപ്പം? അത് ഈ പറഞ്ഞ ആള് കേരളത്തിലുള്ള ആളല്ലേ? ഇപ്പോ ശ്രീ സുരേഷ് ഗോപി MP ഇന്നലെ അദ്ദേഹം പറയുന്നത് കേട്ടു, ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് നോക്കും, അതിനെക്കുറിച്ച് പഠിക്കും എന്നൊക്കെ പറഞ്ഞു. അത്രയെങ്കിലും ആയല്ലോ, വളരെ വലിയ കാര്യം. അല്ലെന്ന് പറഞ്ഞല്ലോ, ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒന്നില്ല എന്നുള്ള കാഴ്ചപ്പാട് മാറി കിട്ടുന്നല്ലോ, നല്ലതേ ഉള്ളൂ. ആ കാഴ്ചപ്പാട് മാറണം. നമുക്ക് എപ്പോഴും മനുഷ്യന് തെറ്റ് പറ്റാം. ഒരു തെറ്റ് പറ്റാത്ത ആരുമില്ല. മനുഷ്യനാണോ? എറർ ഈസ് ഹ്യൂമൻ, ഫൊർഗീവ് ഈസ് എന്ന് പറയുന്നത് ഹ്യൂമെയിൻ. അത് നമ്മൾ നോക്കണം. എന്ന് പറഞ്ഞ പോലെ തെറ്റാർക്കും പറ്റാം. ആ തെറ്റ് തിരുത്താൻ നമ്മൾ പഠിക്കണം. തെറ്റായിപ്പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തിരുത്തണം. ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ അപകടത്തിൽപ്പെടുന്ന ഒരു സംഭവം, അത് ദേശീയ ദുരന്തം അല്ലാതെ എന്താ പിന്നെ ഉള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്വമേധയെ അങ്ങോട്ട് ചെന്ന് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ല. ഇത് ഉണ്ടായത് ഒരാൾക്കൂട്ടത്തിനുമല്ല ഇത് ഉണ്ടായത്. സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ആളുകളാണ്. ഒന്നും അറിഞ്ഞില്ല. അവർ മണ്ണിനടിയിൽ പോവുകയാണ്, പാറയ്ക്കടിയിലേക്ക് ഞെരിഞ്ഞമരുകയാണ്, കുഞ്ഞുങ്ങളൊക്കെ പോവുകയാണ്, ഒഴിവ് പോവുകയാണ്. ഇത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇതല്ലാതെ വേറെ എന്താ ദേശീയ ദുരന്തം ഉണ്ടാവേണ്ടത്? ഇവർക്ക് എന്നാ ഇത് മനസ്സിലാവുന്നത് ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടാവും എന്നുള്ളത്? അല്ല, വേറെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. അതായത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് രാഹുൽ ഗാന്ധി ആയിരുന്നു വയനാട്ടിലെ MP എന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യും? രാഹുൽ ഗാന്ധി എന്ത് വേണം? രാഹുൽ ഗാന്ധി വന്ന് ഇത് തടഞ്ഞു നിർത്താൻ പറ്റുമോ മല പൊട്ടി വരുമ്പോൾ? രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം ഡൽഹിയിലായിരുന്നു, അദ്ദേഹത്തിന് ഒരുപാട് ചുമതലകളുണ്ട്, പ്രതിപക്ഷ നേതാവാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ഈ സംസ്ഥാനം മാത്രമല്ല, എല്ലാം നോക്കണം. അദ്ദേഹത്തിന്റെ മണ്ഡലവും നോക്കണം, അതുപോലെ മറ്റു മണ്ഡലങ്ങളും ഈ രാജ്യത്തെ മുഴുവൻ നോക്കണം. ഒരു പ്രതിപക്ഷ നേതാവിന്റെ ചുമതലയാണ്. അതായത് ഒരു മന്ത്രിക്ക് തത്തുല്യമായ പദവി തന്നെയാണ് അത്, ക്യാബിനറ്റ് റാങ്കാണ്. അപ്പോൾ അദ്ദേഹം നോക്കണം. നോക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? അത് രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും? രാഹുൽ ഗാന്ധിയുടെ എന്ത് കുഴപ്പം കൊണ്ടാണ് ഇവിടെ ഈ അപകടം ഉണ്ടായത്, ഈ പ്രകൃതി ദുരന്തം ഉണ്ടായത്? ഇത് പ്രകൃതി ഉണ്ടാക്കിയ ദുരന്തമല്ലേ? അതിനെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അത് ഈ മനുഷ്യനിർമ്മിതം നമുക്ക് പറഞ്ഞാൽ മനുഷ്യന്റെ ചില കൈക്രിയകൾ അതിനകത്തുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല, കാണും. പക്ഷെ അതൊന്നുമാണോ ഇപ്പൊ പറയേണ്ട കാര്യം? അതിന്റെ കണക്കെടുപ്പല്ല ഇപ്പൊ വേണ്ടത്. ദേശീയ ദുരന്തമായിട്ട് നിന്ന് പ്രഖ്യാപിക്കപ്പെട്ടു പോയാൽ അതിനി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായി പോയത് കൊണ്ട് പ്രശ്നം വരും. അല്ലെന്നുണ്ടെങ്കിൽ ഇനി അടുത്തത് പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കാൻ ഇരിക്കുകയാണ് എന്നുള്ള കാഴ്ചപ്പാട് വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രഖ്യാപനം കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പരിണിത ഫലമാണോ അനന്തര ഫലമാണോ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കണം. ഇതിലൊന്നും രാഷ്ട്രീയവും വർഗീയതയും ഒന്നും കാണേണ്ട കാര്യമല്ല ഇത്. അവിടെ മരിച്ചത് കണ്ടില്ലേ? എല്ലാവരും മരിച്ചു. നാളെയൊക്കെ നമുക്കൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഒരു പ്രകൃതി ദുരന്തം വരുന്നു, എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. മേഘവിസ്ഫോടനം ഉണ്ടായി, കാരണം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇത്രത്തോളം വലിയ മഴ ഇങ്ങോട്ട് വരുന്നു. വാഷ് ചെയ്ത് പോവാന്നുള്ളതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യന്? ഈ പ്രതിഭാസങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ അവിടെ ഇത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടായി. ആ ദുരന്തത്തിന് സമാനതകളില്ലാത്ത ഒരു ദുരന്തമുണ്ട് അവിടെ. അതിന് ഈ രാഹുൽ ഗാന്ധി ആയിരുന്നു അവിടുത്തെ MP, അല്ലെങ്കിൽ ഇവിടെ ശ്രീ പിണറായി വിജയനാണ് അവിടുത്തെ മുഖ്യമന്ത്രി. ഇതൊക്കെയാണോ ഇപ്പോൾ ഓർക്കേണ്ടത്? ഇതൊന്നുമല്ല. അവരാരും ആയിക്കോട്ടെ, അവരെന്ത് ചെയ്തിട്ടാണ്? അവരാരും ഒന്നും ചെയ്തതല്ല. ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടല്ല. എല്ലാ ഗവൺമെന്റിലും കാലാകാലങ്ങളിലുള്ള ഗവൺമെന്റുകൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെയൊക്കെ അവഗണിച്ചത് അതിന് ഒരു പ്രശ്നമുണ്ട്, ഇല്ലാന്നില്ല.
അത് ഇപ്പൊ അതിന് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അതിപ്പോ ഈ ഗവൺമെന്റിനെ എന്തിനാ കുറ്റം പറയുന്നത്? ഇതിന് ഇവരെന്ത് ചെയ്തിട്ടാണ്? ഇവരൊന്നും ചെയ്തിട്ടല്ല. ഇത് വരുന്നുണ്ട്, ഇങ്ങനെ ദുരന്തമാണ്, അത് വരും, അത് ആരടുത്തും ചോദിച്ചിട്ടല്ല. ഇങ്ങനെ ഞങ്ങളൊന്ന് പൊട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിട്ടോ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞിട്ടോ അല്ല ഇത് പൊട്ടി വരുന്നത്. കിടന്നുറങ്ങിയ നിരപരാധികളായ ആളുകൾ, നിർദോഷികളായ ആളുകൾ, ഭാഗ്യഹീനർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവര് ഇതുപോലെ മണ്ണിനടിയിലും കൂമ്പാരത്തിനടിയിലും ഒക്കെ പെട്ടതാണ്, മരിച്ചുപോയി. അംഗഭംഗം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവശരീരങ്ങൾ പോലും പല ഭാഗങ്ങളായിട്ട് പറക്കിക്കൂട്ടുകയാണ്. ചിലരുടെ ഒരാളെ കൈ മാത്രം സംസ്കരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ചില കാലുകൾ, ഒരാളുടെ വയറ് മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, ആ മൃതദേഹത്തിന് പറ്റിയ ആ ആ അത്രത്തോളം വലിയ അതിനെ വികൃതമാക്കിയ ആ പ്രകൃതിയുടെ വിളയാട്ടം നമ്മൾ കണ്ടതല്ലേ. എന്ത് ചെയ്യാൻ? ഇതിനെ ആരെ കുറ്റം പറയും? ഇതിനെ ആരെയും കുറ്റം പറയാൻ. പിന്നെ കേരളത്തിൽ വീട് വെക്കുന്നതിന് ഇവിടെ മനുഷ്യനെ എവിടെങ്കിലും താമസിക്കണ്ടേ? കുറ്റം പറയാൻ പറ്റുമോ? ഇവിടെ ആളുകളുണ്ട്, അവർക്ക് എല്ലാവർക്കും വീട് വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല, സൗകര്യമില്ല. അപ്പോൾ അത് അവർ കാണുന്നിടത്തൊക്കെ വീട് വെച്ച് മലമുകളിൽ അവിടെ ഇച്ചിരി വില കുറഞ്ഞ സ്ഥലം പോയി നോക്കി വാങ്ങി അത് വെക്കും. അങ്ങനെ വീട് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നൊക്കെ പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? എവിടെങ്കിലും കിടക്കണ്ടേ മനുഷ്യന്? അതിന് പരിസ്ഥിതി ലോല പ്രദേശമാണ്, അവിടെ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഇനിയുള്ള കാലത്ത് അവിടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയണം. ഇതൊരു ഉണ്ടായ കാര്യം ഇനി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇന്നലെ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് നാളെ മുതലല്ല നമുക്ക് കരയാൻ പറ്റൂ. ഇന്ന് കരയാം, നാളെ മുതൽ കരയാം. അല്ലാതെ ഇന്നലെ കരയണം എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ചിന്തിക്കുക, ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ അവസരം വിനിയോഗിക്കേണ്ടത്. അല്ലാതെ ഇന്നാരവിടെ എം പി ആയിപ്പോയതുകൊണ്ടോ, ഇന്നാരും ഇവിടെ മുഖ്യമന്ത്രി ആയിപ്പോയതുകൊണ്ടോ, ഇന്നാരൊക്കെ ഇവിടെ മന്ത്രിമാരായിപ്പോയതുകൊണ്ടോ ഒന്നുമല്ല ഈ ദുരന്തം ഉണ്ടായത്. ഇത് പ്രകൃതി മൂലം ഉണ്ടായ ഒരു ദുരന്തമാണ്. അത് അനിവാര്യതയാണ്. ഇവിടെ എപ്പോഴും ഇവിടെ ഉണ്ടാകും. നമുക്ക് നോക്കാം, ഹിമാലയത്തിൻ്റെ പരിസരങ്ങളിൽ എന്നും ഉണ്ടാവാറില്ലേ? എന്നും ഉണ്ടാവാറുണ്ടല്ലോ. ഒരു വർഷം എത്ര പ്രാവശ്യം ദുരന്തങ്ങളുണ്ടാവും, മണ്ണിടിച്ചിലുണ്ടാവും, എത്ര പേര് കൊല്ലപ്പെടും, ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അതുകൊണ്ടല്ല അവിടെയൊക്കെ അവിടുത്തെ എം പിയുടെയോ എം എൽ എയുടെയോ അല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിയുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ കുഴപ്പം കൊണ്ടാണ്? ഒന്നുമല്ലല്ലോ. പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് പ്രകൃതി കൊണ്ടുവരുന്നതാണ്. ഇത് അങ്ങനെ ഒരു ദുരന്തം ഈ പാവങ്ങൾക്ക് മേൽ വന്ന് പതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെവിടെ വേണമെങ്കിലും ഉണ്ടാകാം. അതുകൊണ്ട് ഇത് മാൻമെയ്ഡ് എന്നൊന്നും പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഒരുപാട് അശ്രദ്ധയുണ്ട് എല്ലാവരും. അത് എല്ലാ കാലാകാലങ്ങളിലുള്ള ഗവൺമെന്റിന്റെ കാര്യമാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ അതിനൊന്നും കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. അവരൊന്നും ചെയ്തതല്ല. ഇനിയുള്ളത് ഇപ്പോഴത്തെ എം പി വല്ലതും ചെയ്താണോ? ഒന്നുമല്ല. ഈ കാഴ്ചപ്പാട് തെറ്റാണ്. അതായത് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനെ ഇതുപോലെ ഇത്രത്തോളം ആളുകളെ അഫക്റ്റ് ചെയ്തപ്പോൾ അതൊരു ദേശീയ ദുരന്തം ആയിട്ട് പ്രഖ്യാപിക്കുന്നതിന് എന്താണ് തടസ്സം? എനിക്കറിയാം.